നീ എൻ സ്വന്തം ഭാഗം 44. പക്ഷേ മോനെ ശ്രീദേവ്, ആ പെങ്കൊച്ച് ഇവിടെ വരേണ്ടി വന്നു നിനക്ക് ഇങ്ങോട്ടേക്ക് വരാൻ. എത്ര നാളായിന്നറിയോ നീ ഇങ്ങോട്ട് വന്നിട്ട്? ഇനി അവളെ വെച്ച് ഞാൻ നിന്നെ ഇവിടെ ലോക്കാക്കും. നീ നോക്കിക്കോ, മുത്തശ്ശൻ പറഞ്ഞു. അത് മുത്തശ്ശൻ നോക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ലോക്കായിക്കൊള്ളാം. അപ്പോ നിന്റെ സിനിമാ ജീവിതം? അവൾക്ക് മുന്നിൽ അതൊന്നുമല്ല എനിക്ക്. അതിനേക്കാളെല്ലാം വലുത് എൻ്റെ പെണ്ണാണ്. പിന്നെ എൻ്റെ മുത്തശ്ശൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ബിസിനസ്സും, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ ബിസിനസ്സും. അതുപോലെ എനിക്കും എൻ്റെ മക്കൾക്കും പിന്നെ അവരുടെ മക്കൾക്കുമായി ഒരു 10-15 തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതുപോലെ അപ്പോൾ ഇനിയുള്ള കാലം ഞാനും പ്രണയിച്ചും സ്നേഹിച്ചും ജീവിക്കട്ടെ, ജീവിതം ആസ്വദിക്കട്ടെ എന്ന് ശ്രീദേവ് പറഞ്ഞു. എൻ്റെ നാഗത്തമാരെ, എൻ്റെ കൊച്ചിന് നല്ല ബുദ്ധി കൊടുത്തതിന് 1000 നന്ദി. മുത്തശ്ശൻ പറഞ്ഞതും ആ നന്ദി ആ പോയ ദക്ഷയ്ക്ക് കൊടുത്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ്റെ കവിളിൽ പിടിച്ചുകൊണ്ട് അവൻ പടികൾ കയറിപ്പോയി. അത് കണ്ട് മുത്തശ്ശൻ നിറഞ്ഞ പുഞ്ചിരിയോടെ നോക്കി നിന്നത്. എന്നാൽ ഇതേ സമയം റൂമിൻ്റെ വാതിൽ തുറന്ന് മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങിയതും അവർ നോക്കിയത് മുത്തശ്ശനെയായിരുന്നു. മുത്തശ്ശി മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നു. ആ വരവും ആ നോട്ടവും കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു പരിഭ്രമം തോന്നി. എന്താ ഉദ്ദേശം, നിങ്ങളുടെയും കൊച്ചുമകൻ്റെയും? മുത്തശ്ശി ചോദിച്ചതും മുത്തശ്ശൻ ഞെട്ടലോടെ അവരെ നോക്കി. എന്തുദ്ദേശം? എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, മുത്തശ്ശൻ പറഞ്ഞു. ഇല്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്നും കയറിപ്പോയില്ലേ നമ്മുടെ കൊച്ചുമകൻ? കുറേ നാളായില്ലേ അവൻ ഇങ്ങോട്ട് വന്നിട്ട്? പെട്ടെന്നുള്ള അവൻ്റെ ഉദ്ദേശം എന്താണെന്നാണ്, അതും ഇന്ന് തന്നെ? മുത്തശ്ശി ചോദിച്ചതും മുത്തശ്ശൻ എനിക്കറിയില്ല, മുത്തശ്ശൻ പറഞ്ഞു. നിങ്ങൾക്കറിയില്ല അല്ലേ? ഒന്ന് എൻ്റെ കൂടെ വന്നേ എന്ന് പറഞ്ഞ് മുത്തശ്ശി മുത്തശ്ശൻ്റെ കൈ പിടിച്ചുകൊണ്ട് വീടിൻ്റെ പ്രധാന വാതിക്കലേക്ക് നടന്നു. പിന്നെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മുത്തശ്ശൻ്റെ മുന്നിലായി കയറി നിന്നു. ഇനി അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് നേരെ മുന്നിൽ കാണുന്ന വലിയ പൂജാമുറിയിലേക്ക് കാണിച്ചു കൊടുത്തു. അവിടെ കാണുന്ന വലിയ ഫോട്ടോകളിലേക്കും അവിടെ കാണുന്ന തിരുപ്പതി ഭഗവാന്റെ ഫോട്ടോയിലേക്ക് നോക്കിയ മുത്തശ്ശി പറഞ്ഞത്. മുത്തശ്ശൻ ഒന്നും മനസ്സിലാകാത്തതുപോലെ അങ്ങോട്ട് നോക്കി. പെട്ടെന്ന് അവിടെ കാണുന്ന ദീപപ്രഭയിൽ അവിടെ നിൽക്കുന്ന മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും രൂപം അതിൽ കാണാൻ പറ്റുന്നുണ്ട്. മുത്തശ്ശൻ കണ്ണുകൾ വിടർത്തി മുത്തശ്ശിയെ നോക്കി. പിന്നെ മുഖത്ത് നിഷ്കളങ്ക ഭാവം വരുത്തി. മുത്തശ്ശന്റെ മുഖഭാവം കണ്ടിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു. എങ്കിലും ചിരി കടിച്ചു പിടിച്ച്, കൊച്ചുമകനോട് ഒരു നിലവിളക്കും കൂടി ആകാമായിരുന്നു എന്ന് പറയാറുന്നില്ലേ? മുത്തശ്ശി ചോദിച്ചതും ഞാനും വിചാരിച്ചില്ല അവൻ അങ്ങനെ ചെയ്യുമെന്ന്. എങ്ങനെ ചെയ്യുമെന്ന്? ആ കുട്ടിയുടെ കൈ പിടിച്ച് അവൻ കയറുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, മുത്തശ്ശൻ പറഞ്ഞു. അപ്പോ അവൻ അവളെ ഇഷ്ടമായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു? അവര് രണ്ടുപേരും പ്രണയത്തിലാണോ? മുത്തശ്ശി കൈകെട്ടി നിന്നുകൊണ്ട് മുത്തശ്ശന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ഇല്ല, അവന് മാത്രമാണ് ഇഷ്ടം. അവൻ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ കുട്ടി ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല, മുത്തശ്ശൻ പറഞ്ഞതും മുത്തശ്ശിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. എന്ത്? സൂപ്പർ സ്റ്റാർ, പെൺകുട്ടികളുടെയെല്ലാം ആരാധന പുരുഷനായ ശ്രീദേവ് ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി തിരിച്ച് ഇതുവരെ റിപ്ലൈ കൊടുത്തിട്ടില്ല എന്ന്? അപ്പോ അവളാള് പുലിയാണല്ലോ, മുത്തശ്ശി പറഞ്ഞു. അതെ, എനിക്കും അതുകൊണ്ട് ആ കുട്ടി ഇഷ്ടപ്പെട്ടത്, ശരിക്കും നിന്നെ പോലെ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ മുത്തശ്ശിയുടെ താടിയിൽ പിടിച്ചതും മുത്തശ്ശി പെട്ടെന്ന് കൈ തട്ടി മാറ്റി. അതിന് നീ എന്തിനാ എന്നോട് പിണങ്ങുന്നത്? ഞാൻ എന്തു ചെയ്തു? അവൻ ആ കുട്ടി ഇഷ്ടമാണെന്ന് എന്നോട് ഒരിക്കലും ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു, പക്ഷേ ഇന്നിങ്ങോട്ട് വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്നിവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. സത്യമായിട്ടും, മുത്തശ്ശൻ നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, എന്നിട്ട് നിങ്ങളെന്താ എന്നോട് പറയാതിരുന്നത്? മുത്തശ്ശി ചോദിച്ചു. അവൻ തമാശ പറഞ്ഞതാണെന്നാ കരുതിയത്, അതുകൊണ്ടാണ് ഞാനത് കാര്യമാക്കാതിരുന്നത്, മുത്തശ്ശൻ പറഞ്ഞു. എന്ത്, ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞത് തമാശയായിട്ടാണോ നിങ്ങൾക്ക് തോന്നിയത്? അങ്ങനെയല്ല, അത് പ്രണയമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞത് ഈ അടുത്തായിട്ടാണ്. പിന്നെ അതൊക്കെ വിട്, ആ പെൺകുട്ടി കാരണമെങ്കിലും നമ്മുടെ കൊച്ചുമോൻ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വന്നല്ലോ. മുത്തശ്ശൻ മുത്തശ്ശിയുടെ തോളിൽ കൈയിട്ടതും മുത്തശ്ശി ഒന്ന് കോർപ്പിച്ച് നോക്കി. ഞാനൊരു കാര്യം പറഞ്ഞ കേൾക്കുവോ താൻ? മുത്തശ്ശൻ മുത്തശ്ശിയെ നോക്കി. ശ്രീദേവ്, അവനെ ഇവിടെ വേണം നമുക്ക്. അവനെ നമുക്ക് ഇവിടെ നിർത്തണം, നമ്മുടെ കൊച്ചുമകനെ.
മകളെ കാണാൻ പോലും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇവനെ അവർക്ക് തട്ടിക്കളിക്കാനായിട്ട് ഇട്ട് കൊടുക്കരുത്. അവൻ ഇവിടെ വേണമെങ്കിൽ ഈ കുട്ടി ദക്ഷ, അവൻ്റെ പ്രണയം, ആ കുട്ടി ഇവിടെ വേണം. അവളെ നമ്മൾ നമ്മുടെ മകൻ്റെ ഭാര്യയായിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റണം. ഒരിക്കലും അവൻ്റെ അച്ഛൻ വീട്ടുകാർ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് അവന് തന്നെ അറിയാം. അതുകൊണ്ട് നമ്മൾ അവൻ്റെ കൂടെ നിൽക്കണം. ഈ വീട്ടിൽ നമ്മൾ 2 പ്രായമുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. എനിക്കിനി ബിസിനസ്സിലേക്കൊന്നും ഇറങ്ങാൻ താല്പര്യമില്ല. അതെല്ലാം അവൻ നോക്കി നടത്തിക്കൊള്ളും. പിന്നെ ആ കുട്ടിക്ക് അവനോട് ചെറിയൊരു അകൽച്ചയുള്ളത് എന്താണെന്ന് അറിയോ തനിക്ക്? മുത്തശ്ശൻ ചോദിച്ചതും വീണ്ടും മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ. അവൻ ഒരു സിനിമാ നടനായതുകൊണ്ട്. മുത്തശ്ശൻ പറഞ്ഞതും മുത്തശ്ശി ഒന്നും മനസ്സിലാവാത്തതുപോലെ മുത്തശ്ശനെ നോക്കി. ആ കുട്ടി ആഗ്രഹിക്കുന്നത് ഒരു സാധാരണ ജീവിതമാണ്. അവൾക്ക് ഇവന്റെ ഒപ്പം ഒന്ന് പുറത്തിറങ്ങി പോലും നടക്കാൻ പറ്റില്ല. ദയ ആ കുട്ടിയുടെ ചേച്ചിയാണെന്ന് തനിക്കറിയാലോ. ആ കുട്ടി ഇവരുടെ ഒപ്പം പുറത്തു പോകുമ്പോഴൊക്കെ കഷ്ടപ്പെടുന്നത് അവൾക്കറിയാം. അതുകൊണ്ടാണ് അവൾ ശ്രീദേവിനെ അവളുടെ ജീവിതത്തിലേക്ക് കൂട്ടാൻ മടി കാണിക്കുന്നത്. മുത്തശ്ശൻ പറഞ്ഞു. ശരിയല്ലേ, നമുക്ക് തന്നെ അവനെ കാണാൻ കിട്ടുന്നില്ല. അപ്പോ ആ പെൺകുട്ടി അങ്ങനെ ചിന്തിച്ചതിൽ എന്താണ് തെറ്റ്? മുത്തശ്ശി ചോദിച്ചു. എടോ, അതവൻ്റെ ജോലിയല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ആ പെൺകുട്ടിക്ക് വേണ്ടി അവൻ അവൻ്റെ സിനിമാ ജീവിതം നിർത്താൻ വരെ തയ്യാറായിരിക്കുകയാണ്. അവൻ ഇപ്പോൾ കമ്മിറ്റ് ചെയ്ത സിനിമകളെല്ലാം കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മൂവീസ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. ഇപ്പോൾ അവൻ പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയോ? ഇനിയുള്ള കാലം ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു എന്നാ. അവൻ്റെ പെണ്ണിനെയും കൊണ്ട് 10 തലമുറയ്ക്കുള്ളത് ഞാനായിട്ടും അവനായിട്ടുള്ളതും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തോടെ എൻ്റെ പെണ്ണിനെയും നോക്കി ഈ തറവാട്ടിൽ ജീവിക്കണമെന്ന് അവൻ പറഞ്ഞു. എനിക്ക് എന്ത് സന്തോഷമാണ് തോന്നിയതെന്ന് തനിക്കറിയോ? നമ്മുടെ ഈ വയസ്സുകാലത്ത് അവൻ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? അതുമാത്രമല്ലടോ, ആ പെൺകുട്ടി ഇവിടെ വന്നതുകൊണ്ട് അവനിപ്പോൾ ഇങ്ങോട്ട് വരാൻ പോലും അവൻ്റെ തിരക്കുകൾ മാറ്റിവെച്ച് ഇന്ന് ഷൂട്ടുണ്ടായിരുന്നു. അവൻ്റെ സീനുകൾ അവൻ നേരത്തെ എടുക്കാൻ പറഞ്ഞു. എടുത്തു കഴിഞ്ഞിട്ട് ഓടിപ്പോന്നതാണ്. ഈ പെൺകുട്ടി ഇവിടെ നിൽക്കുന്നിടത്തോളം ദിവസം അവൻ ഇവിടെ വന്നിരിക്കും. എനിക്ക് 100% ഉറപ്പാണ്. മുത്തശ്ശൻ പറഞ്ഞതും മുത്തശ്ശി ചെറിയൊരു പുഞ്ചിരിയോടെ മുത്തശ്ശനെ നോക്കി. മുത്തശ്ശിയുടെ മുഖത്തെ ചിരി കണ്ടതും മുത്തശ്ശനും സന്തോഷമായി. മുത്തശ്ശന്റെ മുഖം തെളിയുന്നത് കണ്ടതും പെട്ടെന്ന് മുത്തശ്ശിയുടെ മുഖത്തെ ചിരി മാറ്റി അവിടെ ഗൗരവഭാവം കൊണ്ടുവന്നു. എന്നാലും അവനൊരു വാക്ക് എന്നോട് പറയാമായിരുന്നു. വീണ്ടും മുത്തശ്ശി പറഞ്ഞതും ഞാൻ അറിഞ്ഞാൽ താൻ അറിയുമെന്ന് അവനറിയാം. പിന്നെ ഞാൻ പറയാതിരുന്നത് ഇന്ന് താൻ അവിടെ ചെല്ലുമ്പോൾ ആ കുട്ടിയെ കണ്ടോട്ടെ എന്ന് കരുതിയാണ്. തനിക്ക് ഇഷ്ടപ്പെട്ടോ ആ കുട്ടിയെ? മുത്തശ്ശൻ ചോദിച്ചു. ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല കുട്ടിയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ശ്രീദേവിൻ്റെ സെലക്ഷൻ മോശമാകില്ല. അവൻ തിരഞ്ഞെടുത്തത് നല്ല ചോയ്സ് തന്നെയാണ്. ആ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഇക്കാര്യം അറിഞ്ഞത് അവൻ അറിയരുത്. അവൻ എന്നോട് പറയുമോ എന്ന് ഞാൻ നോക്കട്ടെ. മുത്തശ്ശി പറഞ്ഞതും അത് വേണോ? നിങ്ങൾ 2 പേരുടെയും ഇടയിൽ കിടന്ന് എന്നെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത്? അവനോട് താൻ തന്നെ ചോദിച്ചു നോക്ക്. വേണ്ട, മുത്തശ്ശൻ പറഞ്ഞതും പെട്ടെന്ന് തന്നെ മുത്തശ്ശി പറഞ്ഞു. നിങ്ങളായിട്ട് പറയാതിരുന്നാൽ മതി. അവൻ എന്നോട് അവൻ്റെ മനസ്സിലുള്ള പ്രണയം സ്വമേധയെ പറയൂ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി തിരിഞ്ഞു നടന്നു. മുത്തശ്ശൻ അവിടെയുള്ള സോഫയിലേക്കിരുന്നു. അപ്പോഴാണ് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന കാര്യസ്ഥൻ കൃഷ്ണൻകുട്ടി അങ്ങോട്ട് വന്നത്. എന്ത് പറ്റി സാറേ? മുഖത്തൊരു വിഷമം അയാൾ ചോദിച്ചു. ഈ ശക്തിദേവിന് എന്തിനു വേണമെങ്കിലും നേരിടാൻ പറ്റും. പക്ഷേ ദാ ആ പോകുന്ന എൻ്റെ ഭാര്യയില്ലേ, അതിനെ മാത്രം നേരിടാനാണ് എനിക്ക് പറ്റാത്തത്. ഭാര്യ പോകുന്നത് നോക്കി പറയുന്ന അദ്ദേഹത്തെ നോക്കി കൃഷ്ണൻകുട്ടി ചിരിച്ചു. എന്നാൽ ഇതേ സമയം ശരണ്യയുടെ റൂമിലായിരുന്നു ദക്ഷയും ശ്രീകുട്ടിയും. റൂമെല്ലാം നോക്കി കാണുകയായിരുന്നു ശ്രീകുട്ടി. എന്നാൽ ദക്ഷ അവിടെ ഇട്ടിരിക്കുന്ന വിശാലമായ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. അവൾ ശ്രീദേവ് പിടിച്ച അവളുടെ കയ്യിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ശരണ്യ ഫ്രഷായി വന്നത്. എന്തുപറ്റി ചേച്ചി കൈക്ക്? എന്താ പറ്റിയേ? അവൾ ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവൾ ആ കയ്യിലേക്ക് തന്നെ നോക്കി. ചേച്ചി ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, കയ്യിലെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പോയിക്കോളും, ശരണ്യ പറഞ്ഞു. ഇതങ്ങനെ അത്ര പെട്ടെന്നൊന്നും പോകുന്നതല്ല, അവൾ പറഞ്ഞ് ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ചെന്ന് ബാഗ് തുറന്നു. അതിൽ നിന്നും ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന
കുർത്തയും ലെഗിൻസും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. അത്യാധുനിക രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബാത്റൂമാണെന്ന് അവൾക്ക് തോന്നി. പണത്തിൻ്റെ ആർഭാടം മുഴുവനും ആ റൂമിലും വാഷ്റൂമിലും ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. വലിയൊരു വാഷ്റൂമാണ്. അതിൽ തന്നെ ഭംഗിയുള്ള റൗണ്ടിലുള്ള ബാത്ത് ടബ് അടക്കം എല്ലാം ഉണ്ട്. അതിൻ്റെ സൈഡിലായി കാണുന്ന ഗ്ലാസ് വിൻഡോയ്ക്ക് പല കളറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതടക്കം നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ഒറിജിനൽ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. കുറച്ചു നേരം അതെല്ലാം നോക്കി നിന്നതിന് ശേഷം അവളും ഫ്രഷായി പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് ശ്രീകുട്ടി സോഫയിലിരുന്ന് ഓരോ വിശേഷങ്ങൾ ശരണ്യയോട് ചോദിക്കുന്നത്. പുറത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് തോന്നുന്നു അല്ലേ? വീടിൻ്റെ പുറത്തു നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ചീവീടിൻ്റെയും മറ്റും. നിറയെ മരങ്ങളുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ശ്രീകുട്ടി ചോദിച്ചു. ഒരുപാട് മരങ്ങളുണ്ട്. ആ സർപ്പക്കാവിൻ്റെ ഭാഗം മുഴുവനും നിറയെ വലിയ വലിയ മരങ്ങളാണ്. അങ്ങോട്ട് സന്ധ്യ കഴിഞ്ഞാൽ പോകാൻ പേടിയാണ് എനിക്ക്. പക്ഷേ മുത്തശ്ശി രാവിലെയും വൈകിട്ടും എപ്പോഴും പോകും. അമ്മയുണ്ടായിരുന്ന സമയത്ത് അമ്മയെ പോയിക്കൊണ്ടിരുന്നത്. അമ്മ ഹൈദരാബാദിന് പോയതിനു ശേഷം പിന്നെ മുത്തശ്ശിയാണ് അത് നോക്കിയത്. നാഗത്തന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും കിട്ടിയതെന്നാ മുത്തശ്ശി പറയുന്നത്. ശരിക്കും മുത്തശ്ശി പറയുന്നത് ഏട്ടൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിയായിരിക്കും ഇനി സർപ്പക്കാവിലെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടതെന്നാ. അതിനു പിന്നിൽ ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ആ പെൺകുട്ടിയെയും ഏട്ടനെയും ഇവിടെ പിടിച്ചു നിർത്താനുള്ള മുത്തശ്ശിയുടെ ബുദ്ധിപരമായ നീക്കമാണ് അതെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ ദക്ഷ അത് കേട്ട് അവിടെ തന്നെ നിന്നു. എന്നാലും എനിക്ക് അത്ഭുതം തോന്നുന്നത് എങ്ങനെയാണ് ഏട്ടൻ ഇവിടെ എത്തിയതെന്നാ. ഇപ്പോ ഇങ്ങോട്ട് വന്നിട്ട് 3 വർഷത്തിന് മേലെയായി എന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഏട്ടനും കൂടി ഉള്ളപ്പോ അടിപൊളിയായിരിക്കും. അപ്പോ ഇനി നിന്റെ ഏട്ടന് ഷൂട്ടിംഗ് ഇല്ലേ? ശ്രീകുട്ടി ചോദിച്ചു. ആ, അറിയില്ല. ഒന്നും ഏട്ടനോട് ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ. സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. എന്തായാലും ഞാൻ പോയി ഏട്ടനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ശരണ്യ അവിടെ നിന്നും പോയി. അപ്പോഴാണ് വാഷ്റൂമിന്റെ വാതിക്കൽ നിൽക്കുന്ന ദക്ഷയെ ശ്രീകുട്ടി കാണുന്നത്. നീ ഫ്രഷായി ഇറങ്ങിയോ? എന്നാ പറയണ്ടേ എന്ന് പറഞ്ഞ് അവളും വാഷ്റൂമിലേക്ക് കയറി. ദക്ഷ നേരത്തെ ശ്രീകുട്ടി പോയ ബാൽക്കണിയിലേക്ക് പോയി നിന്നു. അവിടെ നിന്നും സൈഡിലേക്ക് നോക്കുമ്പോൾ മറ്റൊരു ബാൽക്കണി കൂടി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മുന്നിലേക്ക് നോക്കുമ്പോൾ ഇരുട്ട് പടർന്നു കിടക്കുന്നത് കാണാം. അവിടെ നിന്നും മുടി ഉണക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ദക്ഷ. ഏട്ടൻ്റെ ഭാര്യയായിരിക്കണം ഇനി സർപ്പക്കാവിലെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് എന്ന് ശരണ്യ പറഞ്ഞ ഓർമ്മയിൽ അവൾ അങ്ങനെ തന്നെ ആ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. ഏട്ടാ, ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ടാണ് ശരണ്യ ശ്രീദേവിന്റെ റൂമിലേക്ക് ചെല്ലുന്നത്. കണ്ണാടിയിൽ നോക്കി മുടി ചീകിക്കൊണ്ട് നിന്ന ശ്രീദേവ് തിരിഞ്ഞ് ശരണ്യയെ നോക്കി. സാധാരണ പാലസിൽ വെച്ച് ഇങ്ങനെ വിളിച്ച് ശബ്ദമുണ്ടാക്കി നടക്കുന്നത് അവൾക്ക് പതിവില്ലാത്തതാണ്. എന്നാൽ ഇവിടെ വരുമ്പോൾ എല്ലാം അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് പോലെയാ. അവിടെ ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും അവൾ ഇവിടെ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ശബ്ദത്തിൽ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ശ്രീദേവ് ഓർത്തു. ഏട്ടാ, ഏട്ടനപ്പോ നാളെ വർക്കില്ലേ? അവൾ ചോദിച്ചു. ഉണ്ടല്ലോ, ഞാൻ രാവിലെ തന്നെ പോകും. പിന്നെന്തിനാ ഏട്ടൻ ഇങ്ങോട്ട് പോന്നത്? അവൾ ചോദിച്ചു. എനിക്ക് വരണമെന്ന് തോന്നി, ഞാൻ വന്നു. എന്താ, ഈ വീട്ടിലേക്ക് എനിക്ക് വരാൻ നിന്റെ പെർമിഷൻ എങ്ങാനും വേണോ? അവൻ ചോദിച്ചു. എൻ്റെ പൊന്നോ, ഞാൻ വെറുതെ ചോദിച്ചതാ എന്ന് പറഞ്ഞ് അവൾ അവന്റെ മുന്നിൽ തൊഴുതു നിന്നു. അത് നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടിട്ട് ഒത്തിരി നാളായി എന്ന് മുത്തച്ഛൻ പറഞ്ഞു. അപ്പോൾ നീ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി. അപ്പോൾ ഏട്ടൻ രാവിലെ പോയിട്ട് എപ്പോഴാ വരേനി? എവിടെയാ ഏട്ടന് ഷൂട്ട്? ഇവിടെ അടുത്താണോ? ശരണി ചോദിച്ചു. ആലുവയിലാണെന്നാ പറഞ്ഞത്. എനിക്കൊരു 9 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് നാളെ ഏട്ടൻ ഇങ്ങോട്ട് വരുമോ? അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. വരണോ? അവൻ തിരിച്ചു ചോദിച്ചു. വരണം, അവൾ കൊഞ്ചലോടെ പറഞ്ഞു. ശരി, എൻ്റെ സഹോദരി പറഞ്ഞതല്ലേ, ഞാൻ വരാം, അവൻ പറഞ്ഞു. ശരിക്കു വരുമോ? ഞങ്ങൾ ഇവിടെയുള്ള ദിവസം എല്ലാം വരുമോ? അവൾ ചോദിച്ചു. അങ്ങനെ ഉറപ്പ് ഞാൻ പറയില്ല, വരാൻ മാക്സിമം ശ്രമിക്കാം, അവൻ പറഞ്ഞു. അത് മതി, ഏട്ടൻ വരാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ സംഭവമാണ്. എന്നാൽ നമുക്ക് താഴേക്ക് പോകാം. ഞാൻ ചെന്ന് അവരെ കൂടി വിളിച്ചിട്ട് വരാം. എന്നാലേ മുത്തശ്ശി വല്ലതും കഴിക്കാൻ തരൂ, ശരണ്യ പറഞ്ഞു. നീ പോയിക്കോ, ഞാൻ വരാം എന്ന് പറഞ്ഞ ശ്രീദേവ് അവിടെ തന്നെ നിന്നു. ശരണ്യ അവിടെ നിന്നും പോയതും ശ്രീദേവ് അവൾ പോകുന്നത് നോക്കിക്കൊണ്ട്, ഞാൻ വരും, എൻ്റെ പെണ്ണ് ഇവിടെയുള്ളപ്പോൾ ഞാൻ വരാതിരിക്കോ? എനിക്ക് വന്നല്ലേ പറ്റൂ, അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. പിന്നെ വേഗം അവിടെ നിന്നും താഴേക്ക് ചെന്നു. പോകുന്ന വഴി
അവൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ശരണ്യയുടെ മുറിയിലേക്ക് നോക്കി. റൂമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങോട്ട് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പടികളിറങ്ങി താഴേക്ക് ചെന്നു. താഴേക്ക് ചെന്നപ്പോഴേ കണ്ടു താടിക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന മുത്തച്ഛനെ. എന്തു പറ്റി? ശക്തിദേവിന് ഒരു ശക്തിയില്ലാത്തതുപോലെ ശ്രീദേവ് ചോദിച്ചു. നിന്നെ പോലെയുള്ള കൊച്ചുമക്കളുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ശക്തി ചോർന്നു പോകും. അല്ലെങ്കിൽ നിൻ്റെയൊക്കെ പ്രവൃത്തി കൊണ്ട് എന്നെ പോലെയുള്ളവരുടെ ശക്തി ചോർത്തിയെടുക്കാൻ അങ്ങനെ ഒരാൾ ഉണ്ടാകും, അദ്ദേഹം നെടുവീർപ്പോടെ പറഞ്ഞു. അപ്പോഴാണ് മുകളിൽ നിന്നും ശരണ്യയും ദക്ഷയും സിരിക്കുട്ടിയും ഇറങ്ങി വരുന്നത് കണ്ടത്. അത് കണ്ടതും മുത്തശ്ശൻ അവരെ നോക്കി, പിന്നെ ശ്രീദേവിനെയും. മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന ദക്ഷയെ തന്നെ നോക്കിയിരിക്കുന്ന ശ്രീദേവിനെ കണ്ടതും, മതിയുടെ കൊച്ചുമോന്, അതിൻ്റെ ചോര ഊറ്റി കുടിക്കല്ലേ, അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ ഒന്ന് തട്ടി. അവൻ മുത്തശ്ശനെ നോക്കി ഒന്ന് ചിരിച്ചു. ചിരിക്കല്ലേ, നിന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ല്, ഈ ചിരിയെല്ലാം മാറിക്കോളും, മുത്തശ്ശൻ പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്നും അമ്മയുടെ അടുത്ത് പോയിട്ട് വന്നതാണ്. വന്ന് കഴിഞ്ഞപ്പോഴാണ് വോയിസ് കൊടുക്കുന്നത്. ഓർമ്മയ്ക്കായി എന്ന സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രണയപൂർവ്വം നിനക്കായി എന്ന സ്റ്റോറിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ രീതിയിലാണ് കഥ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞോളൂ കേട്ടോ. എല്ലാ സ്റ്റോറിയുടെയും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറുപടിയെല്ലാം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് തരാം കേട്ടോ. ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.